നമ്മളുടെ മുമ്പിൽ വെച്ച് ഒരാളെ പാമ്പ് കടിച്ചു. നമ്മൾ കണ്ടു, അതായത് ഒരു പാമ്പാണ് കടിച്ചേക്കുന്നത്. പക്ഷേ വെനമസ് ആണോ നോൺ വെനമസ് ആണോ എന്നുള്ളത് നമുക്കറിയില്ല. പക്ഷേ ഒരു പാമ്പ് കടിക്കുന്നത് നമ്മൾ കണ്ടു, പാമ്പ് പോകുന്നതും നമ്മൾ കണ്ടു. ആ എക്സാക്റ്റ് മൊമെൻറ്റ് മുതൽ നമ്മൾ എന്താണ് ചെയ്യേണ്ടത്? ഒരു സ്നേക്ക് ബൈറ്റ് ഏറ്റാൽ എന്താണ് ചെയ്യേണ്ടത് എന്നത് ആർക്കും അറിഞ്ഞുകൂടാ എന്നുള്ളതാണ്. അഥവാ ഫോറസ്റ്റിൻ്റെ ഒരു ക്ലാസ്സിൽ അറ്റൻഡ് ചെയ്യാത്ത ഒരാൾക്ക് പോലും സിസ്റ്റമാറ്റിക്കലി അറിയത്തില്ല എന്നുള്ളത് ഒരു പരമമായ സത്യമാണ്. കാരണം ഞാൻ ആലപ്പുഴ ജില്ലയിലെ ക്ലാസ് എടുക്കുവാൻ എഡ്യൂക്കേറ്റേഴ്സായിട്ടുള്ള 3 പേരേ ഉള്ളൂ. അതിൻ്റെ അകത്തിലെ ഒരാളാണ് ഞാൻ. അപ്പോൾ ഡോക്ടേഴ്സിനുൾപ്പെടെ നമ്മൾ ക്ലാസ്സുകൾ എടുത്തു പോരുന്നുണ്ട്. അതിനൊരു ആപ്തവാക്യം എന്ന് വേണമെങ്കിൽ പറയാം, അല്ലെങ്കിൽ ഒരു ഫോർമുല എന്ന് പറയാം. ഡു ഇറ്റ് റൈറ്റ്. എന്താണ് ശരിയായ നിലകളിൽ ചെയ്യേണ്ടത്? അപ്പോൾ നമ്മൾ ചെറുപ്പത്തിലെ എൻ്റെ ടീച്ചർ എന്നെ പഠിപ്പിച്ചേക്കുന്നത് സ്നേക്ക് ബൈറ്റ് ഏറ്റു കഴിഞ്ഞാൽ സോപ്പും വെള്ളം ഉപയോഗിച്ച് കൈ കഴുകണം. അത് മസാജിങ് സംഭവിക്കപ്പെടുക. അതായത് കയറിയിരിക്കുന്ന വെനം വളരെ സ്പീഡിൽ, വളരെ വേഗത്തിൽ ശരീരത്തിൻ്റെ എല്ലാ ഇടങ്ങളിലേക്കും പ്രവഹിക്കത്തക്ക നിലയിലേക്ക് സ്പീഡ് ചെയ്യാൻ മാത്രമാണ് സഹായിക്കുന്നത്. അല്ലാതെ ഗുണം അല്ല, ദോഷം തന്നെയാണ്. അപ്പം ഡു ഇറ്റ് റൈറ്റ്. അതിൻ്റെ അകത്തിലെ ഇനി മറ്റൊരു കാര്യമാണ്, അടുത്ത് നിൽക്കുന്ന ആളിനെയും കൊണ്ട് ഒന്നുകൂടെ ഒരു മുറിവുണ്ടാക്കിയിട്ട് അത് വിഷം വലിച്ചെടുത്ത് സഖ്യ തേച്ചെടുത്ത് വെളിയിൽ കളയുന്ന ഒരു കാര്യം പഠിപ്പിച്ചു. അതും അതിനേക്കാൾ അപകടമാണ്. മുറിവ് കൂടുതലുണ്ടാക്കുന്നത് നിമിത്തം ബ്ലഡ് വാർന്ന് രോഗി മരിക്കുവാൻ, അല്ലെങ്കിൽ ആ കാഷ്വാലിറ്റി ഒന്നുകൂടെ വർദ്ധിക്കുവാൻ തക്കവണ്ണം ഇടയായിത്തീരുന്ന ഒരവസ്ഥ ആ നിലകളിലുണ്ട്. മറ്റൊന്നാണ്, മുകളിലും താഴെയും മുറുക്കി കെട്ടണമെന്നാണ് എൻ്റെ ടീച്ചർ എന്നെ ആ കാലഘട്ടങ്ങളിൽ പഠിപ്പിച്ചത്. കെട്ടുന്നത് നിമിത്തം 2 അപകടങ്ങൾ അതിൻ്റെ അതിലുണ്ട്. 2 അപകടങ്ങൾ ഏതെങ്കിലും ഒന്ന് സംഭവിക്കും. ഒന്ന്, ഈ മുറുക്കി കെട്ടുന്ന നിമിത്തം ചിലപ്പോൾ ഈ അവയവം തന്നെ ഒരു 20-25 മിനിറ്റ് മുറുക്കി കെട്ടുന്നത് നിമിത്തം ബ്ലഡ് ഓട്ടം അവിടെ നിലയ്ക്കുകയും ഇവിടുത്തെ സെല്ലുകൾ ഡെത്താകുകയും ചിലപ്പോൾ ഒരുപക്ഷെ ഈ അവയവം തന്നെ മുറിച്ച് മാറ്റേണ്ട സാഹചര്യങ്ങൾ, അല്ലെങ്കിൽ ആംബ്യൂട്ട് ചെയ്യേണ്ടതായ സാഹചര്യങ്ങളുണ്ടാകും. മറ്റൊരു കാര്യമാണ്, ഹോസ്പിറ്റലിലേക്ക് ചെന്ന് കഴിഞ്ഞാൽ ഡോക്ടർ ചോദിക്കും എവിടെയാണ് ബൈറ്റേറ്റ് ഇന്നതെടുത്ത്. അപ്പോൾ കെട്ടഴിക്കേണ്ട സാഹചര്യമാണ്. ഫർദർ ട്രീറ്റ്മെൻറ്റിന് വേണ്ടി കെട്ടഴിച്ചേ പറ്റത്തുള്ളൂ. കെട്ടഴിക്കുമ്പോൾ ഇനിയും ബ്ലഡ് അവിടെ കട്ട പിടിച്ചില്ല, അല്ലെങ്കിൽ മറ്റ് പ്രശ്നങ്ങളൊന്നുമില്ലെങ്കിൽ ഇവിടെ തങ്ങി നിൽക്കുന്ന ബ്ലഡ് വളരെ സ്പീഡപ്പ് ചെയ്യുകയും കാർഡിയാക് അറസ്റ്റിലേക്ക് പോകുവാനുള്ളതായ സാധ്യതകൾ ഏറെയാണ്. അപ്പോൾ ഈ കാര്യങ്ങളൊക്കെയാണ് ഇന്നും എന്തിനേറെ പറയുന്നത് ദൗർഭാഗ്യമെന്ന് പറയട്ടെ. NCC കേഡറ്റ്, എൻ്റെ മകൾ NCC കേഡറ്റാണ്. അവളിപ്പോൾ +2 പഠിക്കുന്നു. എങ്കിൽ പോലും അതിൻ്റെ 256-ാമത്തെ പേജിൽ കൊടുത്തിരിക്കുന്ന കാര്യങ്ങൾ ഇതൊക്കെ തന്നെയാണ്. നിങ്ങൾക്ക് കെട്ടാൻ തുണി കിട്ടുന്നില്ല എന്നുണ്ടെങ്കിൽ ഷൂവിൻ്റെ ലേസ് അഴിച്ചായാലും മുറുക്കി കെട്ടാൻ എന്നാണ് പറയുന്നത്. രോഗിയെ കിടത്തണം എന്നൊക്കെ, അങ്ങനെ ഒത്തിരി അബദ്ധമായ കാര്യങ്ങളാണ്. ഈ കാര്യങ്ങളൊക്കെ തന്നെയാണ് സമൂഹത്തിന് അറിവുള്ള കാര്യങ്ങൾ. ഇതെല്ലാം റോങ് ആണ്. ഇതൊന്നുകൂടെ ആളിനെ ഗുരുതരമായ അവസ്ഥയിലേക്ക് വിടുകയാണ്. പിന്നെ എന്ത് ചെയ്യണം? ഞാൻ ഇടയ്ക്ക് പറഞ്ഞു, നമ്മളൊരു ഫോർമുല ഉപയോഗിച്ചാണ് നമ്മൾ ഇതിനെക്കുറിച്ച് വിശദീകരിക്കുന്നത്. ഡു ഇറ്റ് റൈറ്റ്. റൈറ്റിലെ 6 എടുത്താൽ റീഷർ ദ വിക്ടിം. പാമ്പ് കടി ഏൽക്കുമ്പോൾ ഉണ്ടാകുന്ന ഫീലിംഗ് ഭയം എന്നതിനേക്കാൾ ഉപരി മരണഭയമാണ്. അടുത്ത നിമിഷം ഞാൻ മരിക്കാൻ പോവുകയാണ്. പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടൊക്കെ വരാൻ തുടങ്ങുന്നതേ ഉള്ളൂ. എങ്കിൽ പോലും വളരെ സ്പഷ്ടമായിട്ട് ഇതിനെക്കുറിച്ച് വളരെ കൃത്യതയോടെ അറിയാവുന്ന ഒരാളെന്നുള്ള നിലയിൽ ഞാൻ വളരെ ഫ്രാങ്കായിട്ട് ഞാൻ പറയാം. കായംകുളത്ത് ഒരു 42 വയസ്സുള്ള ഒരു സഹോദരി ഈ ഭൂമിയിൽ നിന്ന് മാറ്റപ്പെടുവാൻ തക്കവണ്ണം ഇടയായിത്തീർന്നതിൻ്റെ പിൻപിലെ ഘടകം എന്തെന്ന് ചോദിച്ചാൽ കാർഡിയാക് അറസ്റ്റാണ്, അല്ലാതെ സ്നേക്ക് ബൈറ്റ് അല്ല. അതൊരു നിമിത്തം എന്നുള്ളതേ ഉള്ളൂ. അപ്പോൾ ആൾക്കുണ്ടാകുന്ന ഫീലിംഗ് എന്ന് പറയുന്നത് മരണഭയമാണ്. അടുത്ത നിമിഷം മരിക്കും. ഞാൻ പറയുന്നു, ഒരു കാരണവശാലും സ്നേക്ക് ബൈറ്റ് ഏറ്റല്ല ആളുകൾ മരിക്കുന്നത്. ഇതിനെക്കുറിച്ചുള്ള അവബോധം വേണ്ട വിധത്തിലില്ല. ബോധമില്ലാത്തത് കൊണ്ടാണ്, ഇതിനെക്കുറിച്ചുള്ള അറിവില്ലാത്തത് കൊണ്ടാണ് ആളുകൾക്ക് എന്ത് ചെയ്യുന്നത്, മരണം സംഭവിക്കുന്നത്. ഒന്ന്, ആളിനെ സമാശ്വസിപ്പിക്കുക. എങ്ങനെ സമാശ്വസിപ്പിക്കാൻ പറ്റും, സമാധാനിപ്പിക്കാൻ പറ്റും? ആളിനോട് പറയാം, നമുക്കറിയാം വെനമസ് സ്നേക്കാണ് ബൈറ്റ് ചെയ്തിരിക്കുന്നത്.
അവരോട് പറയാം ഇത് വെനമസ് സ്നേക്ക് അല്ല, അയ്യോ ഇതൊരു ചേരയാണ്, ഇതൊരു നീർക്കോലിയാണ്, മറ്റെന്തെങ്കിലും പാമ്പുകളുടെ പേര് പറഞ്ഞ് വെച്ച് വെനമസ് അല്ല നോൺ വെനമസ് ആയിട്ടുള്ള പാമ്പുകളുടെ പേര് പറഞ്ഞ് അവരെ പോസിറ്റീവായിട്ട് അവരെ എൻകറേജ് ചെയ്യണം. ഞാനാണെങ്കിൽ പെട്ടെന്ന് എൻ്റെ ഫോൺ എടുത്തേച്ച് സാറേ ഇന്നടത്തോട്ട് കൊണ്ടുവരുവാണ് കേട്ടോ, എൻ്റെ ഒരു ഏറ്റവും അടുത്ത ഒരാളാണ്, ഫലപ്രദമായ ട്രീറ്റ്മെൻറ്റുകളൊക്കെ റെഡിയാക്കണം, സെറ്റ് ചെയ്യണം എന്ന് ജസ്റ്റ് ഫോൺ എടുത്തിട്ട് വിളിക്കുകയല്ല, കോൾ ചെയ്യല്ല, ജസ്റ്റ് ഇതൊക്കെ ആ ആൾക്ക് ഉണ്ടാകുന്ന ഒരു മാനസിക ആ ഒരു വലിയ പ്രതിസന്ധിയുടെ ഘട്ടത്തിൽ ഉണ്ടാകുന്ന പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾ പറഞ്ഞു കഴിഞ്ഞാൽ അവരെ സമാധാനിപ്പിക്കുവാൻ കഴിയുന്ന പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾ ഉപയോഗിക്കുക. റീഷർ ദ വിക്ടിം. അടുത്തത് ഇമ്മൊബിലൈസ് ചെയ്യുക. ആ കടിയേറ്റ ആളെ നിശ്ചലമാക്കുക. ഒരു പ്രവൃത്തിയും ചെയ്യുവാൻ അനുവദിക്കരുത്. ഒരു സ്റ്റെപ്പ് പോലും നടക്കുവാനോ മറ്റെന്തെങ്കിലും പ്രവൃത്തികൾ ചെയ്യുവാനോ അനുവദിക്കരുത്. എവിടെയാണോ കടി കിട്ടിയിരിക്കുന്ന ഭാഗം ആ ഭാഗം പ്രധാനമായി നിശ്ചലമാക്കിക്കൊണ്ട് തന്നെ ആ ആളിനെ കൊണ്ടുപോകാൻ ശ്രമിക്കണം. ഇനിയും ഉദാഹരണം, ഇവിടെ തൊട്ടടുത്ത് ഒരു അച്ചായൻ തെങ്ങിൻ്റെ ചവിട്ടി ചെന്നു, തേങ്ങ പറക്കിക്കൊണ്ടിരിക്കുന്നതിനിടയിൽ ഒരു റസൽസ് വൈപ്പർ ബൈറ്റ് ചെയ്തു. അദ്ദേഹം കണ്ടു ഇതാണ് ബൈറ്റ് ചെയ്തത്. പക്ഷേ അദ്ദേഹത്തിൻ്റെ അറിവിൻ്റെ കൂടുതൽ കൊണ്ടോ കുറവ് കൊണ്ടോ വളരെ ഉള്ള തേങ്ങ ഇവിടെ പറക്കി അവിടുന്ന് വന്ന് ലാസ്റ്റ് അദ്ദേഹം ഡെത്തായി. അപ്പോൾ അങ്ങനെയുള്ള സാഹചര്യങ്ങളിലാണെങ്കിൽ ആളിനെ ഇമ്മൊബിലൈസ് ചെയ്യണമെന്ന് പറഞ്ഞു. അതുകൊണ്ട് കടി കിട്ടിയിടത്ത് തന്നെ നിന്നാൽ പാമ്പ് അവിടെ ഉണ്ട്, അടുത്ത കടി വീണ്ടും കിട്ടും. അതുകൊണ്ട് അവിടെ നിന്ന് 2 സ്റ്റെപ്പ്, അങ്ങനെയുള്ള സാഹചര്യം, പ്രത്യേക സാഹചര്യം 2 സ്റ്റെപ്പ് ഇങ്ങോട്ട് മാറി നിന്നുകൊണ്ട് മലയാളികൾ ചില സമയത്തൊക്കെ മലയാളികളല്ലായി മാറുന്ന സാഹചര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ പോലും ഒരു നിലവിളിയുടെ ശബ്ദം എവിടെയെങ്കിലും മുഴങ്ങിയാൽ കാതോർത്ത് അവിടെ കൂടി വന്ന് ജീവൻ പണയപ്പെടുത്തിയും സഹായിക്കുന്നവരാണ് മലയാളികൾ. അത് അവരേത് രാജ്യത്തായിരുന്നാലും. അവൾ പറഞ്ഞു വന്നത് ആളെ ഇമ്മൊബിലൈസ് ചെയ്യുക, രണ്ടാമത്തെ കാര്യം. മൂന്നാമത്തെ കാര്യമെന്ന് പറയുന്നത് GH ആണ്, റൈറ്റിലെ GH. ഗോ ടു ദ നിയറസ്റ്റ് ഹോസ്പിറ്റൽ വിത്ത് ASV, ആൻറ്റി സ്നേക്ക് വെനമുള്ള നിയറസ്റ്റായിട്ടുള്ള ഏറ്റവും അടുത്തുള്ള സമീപത്തുള്ള ഹോസ്പിറ്റലിലേക്ക് എത്തപ്പെടുക. ഇതെങ്ങനെ കണ്ടുപിടിക്കാമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതാണ് സർപ്പ എന്ന് ചിന്തിക്കുന്നുണ്ട് പെട്ടെന്ന് തോന്നിപ്പോകും. സർപ്പമൊന്നുമല്ല, സ്നേക്ക് അവെയർനെസ് റെസ്ക്യൂ ആൻഡ് പ്രൊട്ടക്ഷൻ ആപ്പ് എന്നുള്ളതിൻ്റെ ഷോർട്ട് ഫോമാണ് സർപ്പ. നമ്മുടെ മൊബൈലുകളിലൊക്കെ എത്രയോ ആപ്ലിക്കേഷൻസ് നിരവധി നമ്മുടെ കയ്യിലുണ്ട്. പക്ഷേ ഞാനൊരു പുരോഹിതനായതുകൊണ്ട് മറ്റ് മതസ്ഥരായിട്ടുള്ള എല്ലാവരുടെയും വേദഗ്രന്ഥങ്ങൾ ഉൾപ്പെടെ എൻ്റെ കയ്യിലുണ്ട്. അത്യാവശ്യം സർക്കുലറായിട്ടൂടെ ഞാൻ ശ്രദ്ധിക്കുന്നത് കൊണ്ട് അങ്ങനെ വിവിധങ്ങളാകുന്ന സംഭവങ്ങൾ എൻ്റെ ഫോണിൽ ഞാൻ ഉപയോഗിക്കുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഈ വീഡിയോ ദർശിക്കുന്ന സമൂഹത്തോട് ഞാൻ പറയാം, പ്രിയപ്പെട്ടവരോട് ഞാൻ പറയാം, നിങ്ങൾ പറ്റുമെങ്കിൽ ഈ സർപ്പ എന്ന് പറയുന്ന ആപ്ലിക്കേഷൻ നിങ്ങളുടെ ഫോണുകളിൽ ഡൗൺലോഡ് ചെയ്യണം. മൾട്ടിപർപ്പസാണ്. നിങ്ങൾക്കൊരു ഫോട്ടോ എടുത്ത് അതിലേക്ക് ഡൗൺലോഡ് ചെയ്യാനുള്ളതായ സാവകാശമുണ്ട്. ഒരു സ്നേക്കിനെ കണ്ടു, അത് വെനമസ് ആണോ നോൺ വെനമസ് ആണോ എന്ന് അറിയാൻ ഒരു ഫോട്ടോ എടുത്ത് അതിലേക്ക് ലോഡ് ചെയ്ത് കഴിഞ്ഞാൽ കൃത്യമായിട്ട് അറിയാൻ കഴിയും. നിങ്ങൾക്ക് മറുപടി ലഭിക്കും, അത് വെനമസ് ആണോ നോൺ വെനമസ് ആണോ, ആ സ്നേക്ക് എന്താണ് ഏതാണ് അതിൻ്റെ പേരുൾപ്പെടെ അറിയാൻ കഴിയും. മറ്റ് ഒന്നെന്ന് പറയുന്നത് നിയറസ്റ്റ് റെസ്ക്യൂവറെ, എത്ര കിലോമീറ്റർ ഉണ്ട് ആ റെസ്ക്യൂവർ, ചാർലി എന്ന് പറഞ്ഞ റെസ്ക്യൂവർ എൻ്റെ വീടുമായിട്ട് എത്ര ദൂരമുണ്ട്, അദ്ദേഹത്തിൻ്റെ ആരാണ്, പേര്, അയാളുടെ ഫോൺ നമ്പർ. അപ്പോൾ പെട്ടെന്ന് നിയറസ്റ്റ് ആയിട്ടുള്ള ഒരു റെസ്ക്യൂവറെ കണ്ടെത്താൻ സഹായിക്കുന്നു. മൂന്നാമത്തെ കാര്യമെന്ന് പറയുന്നത് നിയറസ്റ്റ് ASV ഉള്ള ഹോസ്പിറ്റലിൻ്റെ ലിസ്റ്റ് അതിൻ്റെ അകത്തിൽ ചാർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പം അവിടുത്തെ നമ്പർ, അപ്പോൾ അത് നമ്പർ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇപ്പം അറിയാൻ കഴിയാത്ത ഒരാൾ വന്നേക്കുകയാണ്, റൂട്ട് അറിയാൻ കഴിയുന്നില്ല, ആ ഹോസ്പിറ്റൽ ഒരുപക്ഷെ ASV കാണുമായിരിക്കും. പക്ഷേ അവിടെ ഇപ്പോൾ തന്നെ നമ്മുടെ ഹരിപ്പാട് താലൂക്ക് ഹോസ്പിറ്റൽ എല്ലാ സമയങ്ങളിലും ഇത് കൃത്യമായി ഇഞ്ചെക്റ്റ് ചെയ്യുവാൻ പ്രാപ്തനായ ഒരു ഡോക്ടറുടെ അവൈലബിലിറ്റി ഉണ്ടാകണമെന്നില്ല. അപ്പോൾ ASV അവിടെ ഉണ്ടാകാം, പക്ഷേ ഇത് ട്രീറ്റ് ചെയ്യാനുള്ളതായൊരു ഡോക്ടർ അവിടെ ഇല്ലെന്നുണ്ടെങ്കിൽ നമ്മുടെ അവിടം വരെയുള്ള സമയം, ഏത് അപകടങ്ങൾക്കും ഒരു ഗോൾഡൻ ടൈമുണ്ട്, ഒരു സുവർണ്ണ സമയമുണ്ട്. ആ സമയം ഉപയോഗിക്കുമെന്നുള്ളിരിക്കും ആളിനെ ജീവിതത്തിലേക്ക് കൊണ്ട്. ഇതും അത് തന്നെയാണ്. സമയം എന്ന് പറഞ്ഞാൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ്. അപ്പം നിയറസ്റ്റായിട്ടുള്ള ഹോസ്പിറ്റലിൻ്റെ ഫോൺ നമ്പർ. തീർന്നില്ല, അറിയാൻ കഴിയാത്ത ഒരു ബംഗാളിയോ അല്ലെന്നുണ്ടെങ്കിൽ മറ്റു ഇതര സ്റ്റേറ്റിലുള്ള ആരെങ്കിലുമോ
വരികയാണ്, അല്ലെങ്കിൽ മറ്റ് ഒരു ജില്ലയിൽ നിന്ന് ഇങ്ങോട്ട് വരികയാണ്. അപ്പോൾ എനിക്കറിയത്തില്ല, വണ്ടാനത്ത് പോകാൻ എനിക്കറിയത്തില്ല, അതിൻ്റെ ഗൂഗിൾ മാപ്പ് ഉൾപ്പെടെ അതിൻ്റെ അകത്തിൽ കൊടുത്തിട്ടുണ്ട്. അങ്ങനെ മൾട്ടിപർപ്പസ് ആയിട്ടുള്ള ഒരു സംഭവമാണ് സർപ്പ എന്ന് പറയുന്നതായ ആപ്ലിക്കേഷൻ. അതുകൊണ്ട് ഞാൻ വീണ്ടും നിങ്ങളോട് ശുപാർശ ചെയ്യുന്നു, ആ ഒരു ആപ്ലിക്കേഷൻ നിങ്ങളുടെ ഫോണിലില്ലെങ്കിൽ ഇന്ന് തന്നെ ആ കാര്യങ്ങൾ ക്രമീകരിക്കുവാൻ സ്നേഹത്തോടെ ഓർമ്മപ്പെടുത്തും. അപ്പം മൂന്നാമത്തെ കാര്യമാണ് ഗോ ടു ദ നിയറസ്റ്റ് ഹോസ്പിറ്റൽ വിത്ത് ASV. നാലാമത്തെ കാര്യമാണ് ടെൽ ദി ഡോക്ടർ, ടെൽ ദി ഡോക്ടർ. അപ്പോൾ റൈറ്റിൻ്റെ മൊത്തമായി RIGHT, ഡോക്ടറോട് എല്ലാ കാര്യങ്ങളും തുറന്നു പറയുക. അങ്ങനെ ഈ 4 കാര്യങ്ങൾ ചെയ്താൽ ഒരു സ്നേക്ക് ബൈറ്റിൽ നിന്ന് നിശ്ചയമായിട്ടും ആ പൂർവാധിക ശക്തിയോടെ, ആരോഗ്യത്തോടെ, സൗഖ്യത്തോടെ തിരികെ വരാൻ കഴിയുമെന്നുള്ളത് 100% ഉറപ്പോടെ ഞാൻ പറയാൻ കഴിയും. ഇതാണ് അതിൻ്റെ ചെയ്യേണ്ട ഏക കാര്യം. അതിന് പ്രത്യേകിച്ച് വേറെ ഒരു ഫസ്റ്റ് എയ്ഡായിട്ട് സ്നേക്ക് ബൈറ്റിന് ഇല്ല തന്നെ.